നമസ്കാരം. എൻ്റെ കയ്യിൽ കാണുന്ന ഈ കാർഡ് ഒരു മെമ്പർ മെഡിക്കെയർ കാർഡാണ്. അതായത് പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി ഒരു മെമ്പർ ഏർപ്പെടുത്തിയ ഒരു കാർഡാണ്. സൗജന്യമായിട്ട് അവർക്ക് പ്രധാനമന്ത്രി ജനൌഷധി സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങാം. തൃക്കടീരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് മെമ്പർ ദീപേഷ് കുമാർ കൂട്ടാലയാണ് ഇങ്ങനെയൊരു കാർഡ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സന്നദ്ധ സംഘടനകളുടെയോ ഒന്നും സഹകരണത്താൽ ഇറക്കിയതല്ല. അദ്ദേഹം സ്വന്തം തൻ്റെ വാർഡിൽ പ്രയാസം അനുഭവിക്കുന്ന മരുന്ന് വാങ്ങാൻ പണമില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ നിന്നും അവർക്ക് ഒരു ആനുകൂല്യം നൽകുക, മരുന്ന് വാങ്ങാൻ എന്ന ലക്ഷ്യത്തോടെ പുറത്തിറക്കിയ ഒരു കാർഡാണ് മെമ്പർ മെഡിക്കെയർ കാർഡ് എന്നാണ് ഈ പദ്ധതി, ഈ കാർഡിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. എന്തായാലും ദീപേഷ് കുമാർ കൂട്ടാല ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. തൃക്കടീരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് BJP മെമ്പറാണ് അദ്ദേഹം. വളരെ നല്ലൊരു മാതൃകാപരമായ പദ്ധതിയായിട്ടാണ് ഇതിനെനിക്ക് തോന്നുന്നത്. കാരണം പാവപ്പെട്ട മരുന്ന് വാങ്ങാൻ, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുൾപ്പെടെ ഒരുപാട് പേര് മരുന്ന് വാങ്ങാൻ വിഷമിക്കുന്ന ഒരു ഘട്ടമാണിത്. അപ്പോൾ ഇങ്ങനൊരു കാർഡ് ഇറക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? നമുക്കിതിൻ്റെ ഭീകരാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ ഒരു പദ്ധതി മനസ്സിൽ ഉരുത്തിരിഞ്ഞ് വന്നപ്പോൾ ഞാൻ ആദ്യം വാർഡിലുള്ള ജനൌഷധിയിൽ നിന്ന് വാങ്ങുന്ന ആളുകളുടെ ഒരു ഡാറ്റ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കാത്ത പല ആളുകളും ഇന്ന് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർ മാസം ആയിരക്കണക്കിന് രൂപയുടെ മരുന്ന് വാങ്ങുന്നുണ്ട്. പലരും നിർധനരായിട്ടുള്ള കുടുംബങ്ങളാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമുക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അടുത്ത 5 വർഷക്കാലം നമുക്ക് എങ്ങനെ ഇത് പ്രയോജനപ്പെടുത്തണം, അവർക്ക് എങ്ങനെ ഉപകാരപ്രദമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പദ്ധതിയിലേക്ക് ഉൾത്തിരിഞ്ഞ് വന്നത്. നമ്മളിതിൽ വേറെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ APL കാർഡ്, BPL കാർഡ്, ജാതി മത രാഷ്ട്രീയം ഒന്നും നമ്മൾ ഉൾപ്പെടുത്താതെ അവർക്ക് സാമ്പത്തികമായിട്ട് അവർക്കൊരു മാസം മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. മെമ്പർ മെഡിക്കെയർ കാർഡ് അവർക്ക് കയ്യിൽ ലഭിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ അവർക്ക് ജനൌഷധിയിൽ നിന്ന് കിട്ടുന്ന മരുന്നുകളെല്ലാം സൗജന്യമായിട്ട് ലഭിക്കും. ആ കാർഡിൽ ഓരോ കാർഡിലും കാർഡ് നമ്പർ ഉണ്ടായിരിക്കും. ഓരോ രോഗിക്കും ആ കാർഡ് നമ്പർ വെച്ചിട്ടായിരിക്കും ബിൽ പേയ്മെൻറ്റ് നടത്തുക. അതിൽ തന്നെ QR കോഡ് ഉണ്ട്. ആ QR കോഡിലേക്ക് അവർ ബില്ല് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അയച്ചു തന്നാൽ അന്ന് തന്നെ ബിൽ പേയ്മെൻറ്റ് നടത്തും. കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള നിലയ്ക്കാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന് പ്രത്യേക ഏജോ അല്ലെങ്കിൽ സാമ്പത്തിക APL BPL എന്നുള്ള മാനദണ്ഡം ഒന്നും നിശ്ചയിക്കാതാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ വലിയൊരു എമൗണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ടാവും. എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാം എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ ഞാൻ കണക്കെടുത്ത സമയത്ത് വലിയൊരു എമൗണ്ട്, ഭാരിച്ചൊരു എമൗണ്ട് തന്നെ ഇതിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ഇതിന് മുന്നേ താരാട്ട് എന്ന് പറഞ്ഞൊരു പദ്ധതി വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഗർഭിണിയായിരിക്കുന്ന അമ്മമാർക്ക് 500 രൂപ വെച്ചിട്ട് മാസം 4500 രൂപ കൊടുക്കുന്ന പദ്ധതി. ഈ 2 പദ്ധതി കൂടി നോക്കുമ്പോൾ ഏകദേശം ഒരു 17,000 രൂപ ഒരു മാസം വാർഡിൽ ജനക്ഷേമ പദ്ധതികൾക്കായിട്ട് ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മെമ്പറുടെ ഓണറേറിയം എന്ന് പറയുന്നത് 7,500 രൂപയാണ്. ആ 7,500 രൂപ തന്നെയാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള മാർഗ്ഗം. പിന്നെ ഒന്ന് പാർട്ടി ഓഫീസ്, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാർട്ടി ഓഫീസ് BJPയുടെ ഒരു പാർട്ടി ഓഫീസ് ഇവിടെ മാങ്ങോടില്ല. അത് ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് മനഃപൂർവ്വം ചെയ്തിട്ടുള്ളതാണ്. കാരണം പാർട്ടി ഓഫീസ് നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ 4,500 രൂപ 4,500 രൂപ ചിലവ് വരുന്നുണ്ട്. അതുകൂടി ജനങ്ങൾക്ക് ഉപകരിക്കപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള നിലയ്ക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന വലിയൊരു ആളുകൾ എനിക്ക് ബാക്കിൽ ഇതിൻ്റെ പുറകിലുണ്ട്. അവർ നിനക്ക് എന്ത് പദ്ധതിയാണോ പ്രഖ്യാപിക്കാൻ തോന്നുന്നത് നീ പ്രഖ്യാപിച്ചു, അതിന് എല്ലാവിധത്തിലുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ നൽകാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ഒപ്പമുള്ള കൂട്ടുകാർ, ഒപ്പം പഠിച്ച ആളുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെയാണ് എൻ്റെ ഇത്തരത്തിലുള്ള ഇതിനുള്ള പിന്തുണ ഉള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ അവരൊന്നും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിസന്ധി വരികയാണെങ്കിൽ അപ്പോൾ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അടുത്ത 5 കാർഡിന് വാലിഡിറ്റി എഴുതിയിട്ടുണ്ട്. വാലിഡ് അപ് ടു 2030 വരെ വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ 2030 വരെ സൗജന്യമായിട്ട് മരുന്നുകൾ ജനങ്ങൾക്ക് ലഭിക്കും. ഇതിപ്പോൾ ആളുകൾ സമീപിച്ച് തുടങ്ങിയോ? ആളുകൾ സമീപിച്ച് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കാർഡ് ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ATM കാർഡ് അടിക്കുന്ന അതേ മെറ്റീരിയൽ, PVC മെറ്റീരിയലിലാണ് കാർഡ് അടിച്ചിട്ടുള്ളത്. ക്വാളിറ്റി ഉള്ള കാർഡാണ്. 5 വർഷക്കാലം അത് കേടുവരെ പൊട്ടിപ്പോയാലേ ഉള്ളൂ, അല്ലാതെ അത് നശിച്ച് വേറെ ഡാമേജൊന്നും അതിന് വരില്ല. കാർഡുകൾ ഓൾറെഡി അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ ഈ പറഞ്ഞ മാതിരി നിർദ്ധരായ ആൾക്കാർ സമീപിച്ചിട്ടുണ്ട്. അതിനെക്കാട്ടിലുപരി സാമ്പത്തികമായിട്ട് ജനൌഷധി മരുന്ന് വാങ്ങുന്ന ആളുകളുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത ആളുകൾ എന്നെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് പദ്ധതി അടിപൊളിയായിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തായാലും അത് വേണ്ട, അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തോളൂ, ഞങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളും ചെയ്യാം എന്ന് പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചതിൽ
അപ്പുറത്തേക്ക് എനിക്ക് കിട്ടിയൊരു പ്രേരണ തന്നെയാണ്. കാരണം എൻ്റെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മനസ്സിൽ ഇതൊരു ദുരുപയോഗം ചെയ്യായിരുന്നു. ഇത് സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിൽ ഇത് ദുരുപയോഗം ചെയ്യാം. കാരണം വെറുതെ കിട്ടുന്നൊരു സാധനമാണ്. മെമ്പറിൽ നിന്നൊരു കാർഡ് വാങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ ആ മാസം 2000-നും 3000-നും മരുന്ന് വാങ്ങും. പക്ഷേ അവരത് കയ്യിൽ നിന്ന് എടുക്കുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതാണ് എൻ്റെ വാർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ കൂടെ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പരിപാടികൾ പ്രഖ്യാപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ മാതൃകാപരമായ ഒരു പദ്ധതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആ കാർഡ്. തൻ്റെ വാർഡിലെ പാവപ്പെട്ട രോഗികൾ അവർ മരുന്ന് വാങ്ങാൻ കഴിയാതെ വിഷമിക്കരുത് എന്നൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തി ദീപേഷ് നടപ്പാക്കുന്ന ഒരു മാതൃകാപരമായ പദ്ധതിയാണ്. ഇതിന് ഫണ്ട് പ്രയാസം നേരിടുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളും മറ്റുള്ളവരൊക്കെ ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാത്ത പിന്തുണയാണ് കിട്ടിയത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ താരാട്ട് പറഞ്ഞിട്ടൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ട് ഇവിടെ. കാരണം ഗർഭിണികൾക്ക് 9 മാസം 500 രൂപ വെച്ചിട്ടാണ് ഓരോ മാസം നൽകുന്നത്. അങ്ങനെ ഒരു പദ്ധതിയും തുടക്കം കുറിച്ചാണ്. അപ്പോൾ ഒട്ടേറെ മാതൃകാപരമായ പദ്ധതികളുമായിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. എന്തായാലും വളരെ ഒരു നല്ല പദ്ധതിയായി തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വാർത്തയായി നൽകണമെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ക്യാമറമാൻ ബദ്രുവിനൊപ്പം പ്രദീപ് പട്ടാമ്പി, മലബാർ ന്യൂസ്. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.